Hello everyone, welcome back to another video. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പ് വീഡിയോ ഒന്നല്ല. ഇത് നമ്മളിന്ന് ഹെഡ്ലൈറ്റ് റിലേ വയ്ക്കാൻ പോകുന്നത്. ഞാൻ എന്തെങ്കിലും കുറച്ച് ദിവസം ഒരു അന്വേഷണത്തിലായിരുന്നു എങ്ങനെ വയ്ക്കാന്നുള്ള കാര്യത്തിൽ. അപ്പോൾ കുറച്ച് റെഫറൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ സംഭവം കുറച്ചുകൂടി എളുപ്പമാണെന്ന് തോന്നി. കാരണം ഇതിൽ കുറച്ച് ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്രേ ഉള്ളൂ. ഇതിൽ വലിയ കാര്യമുള്ള സെറ്റപ്പ് ഒന്നുമില്ല. ഇതിൽ നിങ്ങൾ റിലേ എടുക്കണം, ഞാൻ അവിടെ കാണിച്ചു തരാം നിങ്ങൾക്ക് ആ വിൻഡോയിൽ. ഇതിൽ L1, L2, S1, S2, T1, T2 എന്ന് പറഞ്ഞിട്ട് ഒരു 6 റെഫറിങ്സ് ഉണ്ട്. ആ റെഫറിങ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ L1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈ ബീമാണ്, L2 എന്ന് വെച്ചാൽ ലോ ബീമാണ്. അതുപോലെ S1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ബീമിൻ്റെ സ്വിച്ച്, S2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ബീമിൻ്റെ സ്വിച്ച്, T1 എന്ന് വെച്ചാൽ ടെർമിനൽ 1 പോസിറ്റീവ്, T2 എന്ന് വെച്ചാൽ ടെർമിനൽ 2 നെഗറ്റീവ്. ഇത്രേ ഉള്ളൂ ഇതിൽ സംഭവം. ബാക്കി ബേസിക്സ് ഇപ്പോൾ ഒരു ഇലക്ട്രോണിക്സ് ആർക്ക് എന്തെങ്കിലും കുറച്ച് പണ്ടോട്ട് ചെയ്ത് തുടങ്ങിയ ഒരാൾക്ക് അറിയാമെങ്കിൽ ഈസിയായിട്ട് എനിക്ക് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ ഈ സംഭവം. അപ്പോൾ അത്ര ഉള്ളൂ ഈ ഡയഗ്രാം. കുറേ വയർ കണ്ടിട്ട് ഭയങ്കരമായിട്ട് നെർവസ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഒരു 6 വയറുണ്ട്. ഈ 6 വയറിൻ്റെ ഡയഗ്രാമിലുണ്ട്. ഞാൻ ഡയഗ്രാം സർക്യൂട്ട് ഡയഗ്രാം ഇവിടെ കാണിച്ചു തരാം, നിങ്ങൾക്ക് കണ്ടാൽ എന്തായാലും മനസ്സിലാവും. എൻ്റെ വണ്ടി കരിസ്മയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഡിറ്റാച്ച് ചെയ്തിട്ടിട്ടുണ്ട് വയറും കാര്യങ്ങളൊക്കെ. ഇതിലിപ്പോൾ ഒന്നുമില്ല. നമ്മുടെ ഹെഡ്ലൈറ്റ് അസംബ്ലിയുടെ വയർ കുറച്ചിങ്ങോട്ട് ഊരിയെടുത്തു. ഇതിൽ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ബീമിൻ്റെ വയർ ഏതാണ്, ലോ ബീമിൻ്റെ വയർ ഏതാണ്, അത്രേ ഉള്ളൂ. ആ ഹൈ ബീമിൻ്റെ വയർ ലോ ബീമിൻ്റെ വയർ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഹൈ ബീമിൻ്റെ സ്വിച്ച് എടുത്തിട്ട് S1 കൊടുക്കുക, S2 ലോ ബീമിൻ്റെ വയർ കട്ട് ചെയ്യുമ്പോൾ S2 കൊടുക്കുക. ആ L1 ഹൈ ബീമിൻ്റെ ലൈറ്റിലും കൊടുക്കുക, L2 ലോ ബീമിൻ്റെ ലൈറ്റിലും കൊടുക്കുക. ഇത്രേ ഉള്ളൂ പണി. ബാക്കി സംഭവം അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ T1, T2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെർമിനൽ 1, ടെർമിനൽ 2 എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീ സെറ്റ് ഉണ്ട്. കീ സെറ്റ് ഓൺ ആക്കുമ്പോൾ ഇവിടെ നമ്മുടെ മീറ്ററിൽ ഡിസ്പ്ലേ വരാറുണ്ട്. അപ്പോൾ എപ്പോഴും കീ സെറ്റിൻ്റെ ഒരു വയർ എപ്പോഴും ലൈവായിട്ടാണ് നിൽക്കിട്ടുണ്ടാവുക. അപ്പോൾ അടുത്ത വയർ എന്ന് വെച്ചാൽ കീ സെറ്റ് നമ്മൾ ഓൺ ആക്കുമ്പോൾ ഇതൊരു സ്വിച്ച് ആണല്ലോ. അപ്പോൾ ഈ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ എവിടെയാണ് ഇതിൻ്റെ 12 വോൾട്ട് വരണേന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അത് കരിസ്മയിലാണെങ്കിൽ ഇങ്ങനെ 2 ഇതുണ്ടായിരിക്കും, 2 സ്ലീവ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഒരെണ്ണത്തിലായിരിക്കും ലൈവായിട്ട്, ഇതിലായിരിക്കും ലൈവായിട്ട് നിൽക്കുന്നുണ്ടാവുക, ഇതിലായിരിക്കും കീ സെറ്റ് ഓൺ ആക്കുമ്പോൾ വർക്ക് ചെയ്യുക. അപ്പോൾ അതൊന്നും നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അത് കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു മൾട്ടിമീറ്ററിൻ്റെ ഹെൽപ്പോട് കൂടി ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ ഒരു LED വെച്ചിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാം. അപ്പോൾ കുറേ LED വേണ്ടി വരും. ഇതിന് ഏകദേശം ഒരു 200 രൂപയ്ക്ക് വരുന്നുള്ളൂ. ഇത് വാങ്ങിച്ചു വെച്ചാൽ ഭയങ്കര ഉപകാരമാണ്, പല കാര്യങ്ങൾക്കും ഉപകാരമാണ്. ടെസ്റ്റർ വെച്ചൊന്നും പറ്റില്ല കേട്ടോ. ടെസ്റ്റർ വെച്ചൊന്നും ആ കറണ്ട് കിട്ടില്ല, കാരണം ഇത് DC ആണ്. മറ്റേ AC മാത്രം, നമ്മുടെ കറണ്ട് മാത്രമേ കിട്ടുള്ളൂ, അതുകൊണ്ട് അത് കിട്ടില്ല. മൾട്ടിമീറ്റർ ഞങ്ങൾക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാമെന്നാണ്. ബാക്കി നമുക്ക് കാണിച്ചു തരാം. കരിസ്മയുടെ കേസാണെങ്കിൽ മാത്രം കേട്ടോ, ബാക്കിയുള്ള വണ്ടികൾ എനിക്കറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ഗ്രൗണ്ടും ഹൈ ബീം ലോ ബീം എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ. അപ്പോൾ കരിസ്മയുടെ എങ്ങനെയാണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നീല ഇതിൻ്റെ ഗ്രൗണ്ടാണ്, വൈറ്റ് ആണ് ലോ ബീം, പച്ചയാണ് ഹൈ ബീം. അപ്പോൾ ഇതിൻ്റെ വയറിംഗ് കിറ്റ് ഞാൻ ഊരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ഉള്ളിൽ കിറ്റിൻ്റെ ഉള്ളിൽ വരുന്ന വയറിംഗ് കിറ്റ് ഞാൻ ഊരി എടുത്തിട്ടുണ്ട്. ആ വയറിംഗ് കിറ്റ് ഊരിയെടുത്താലും ഈ ഒരു സോക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കിറ്റ് ഊരുമ്പോൾ നമ്മൾ അൺപ്ലഗ് ചെയ്യണമെങ്കിൽ 2 പോർട്ട് ഉണ്ട്. ആ 2 പോർട്ടിൻ്റെയും ഇതിൻ്റെ ഉള്ളിലും വയറിൻ്റെ കളർ കോഡൊക്കെ സെയിം തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ വണ്ടിയിൽ നിങ്ങൾ നോക്കുക, ഈ വണ്ടിയിൽ എങ്ങനെയാണ്, നിങ്ങളുടെ വണ്ടിയിൽ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ എന്തെങ്കിലും മാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ ടെർമിനൽ 1 എന്താ പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അപ്പോൾ ടെർമിനൽ 1 നമ്മൾ നേരെ ഇഗ്നിഷൻ്റെ അവിടേക്കുള്ള ഫസ്റ്റ് ഇതിലേക്ക് കൊടുത്തു. ടെർമിനൽ 2 എന്ന് വെച്ചാൽ നെഗറ്റീവ് വയർ നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് ബാറ്ററിയുടെ നെഗറ്റീവ് പോർട്ടിലേക്ക് വയർ വലിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ നെഗറ്റീവ് വയർ എവിടെ എൻഡ് ചെയ്യണമെന്ന് നോക്കാം. ഇവിടെ ഒരു വയർ വരുന്നുണ്ടാവും ചിലരുടെ കേട്ടോ. ഇപ്പോൾ എൻ്റെ ഏതൊരു വയർ ഇട്ടുണ്ടായിരുന്നതാണ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ നെഗറ്റീവ് വയർ അപ്പുറത്ത് കണക്ഷൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതിലേക്ക് ഈ T2 കണക്ട് ചെയ്യുക. ബാക്കിയുള്ള ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ T1 T2 നമ്മൾ കണക്ഷൻ കൊടുത്തു. അതുപോലെ അത് L1 വയറാണിത്. L1 ലൈറ്റ് വേണം, എന്നാൽ ലൈറ്റിലേക്ക് പോകണ ആ വയർ അത് വേണം ഇവിടെ കൊടുക്കാൻ. ഇതാണ് സ്വിച്ച് എന്ന് പറയുന്ന വയർ. അപ്പോൾ ഇത് S1 കൊടുക്കണം. അത് തെറ്റരുത്, തെറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പ്രശ്നമാവും. അപ്പോൾ അതാണ് L1 S1 കണക്ഷൻ. ഇനി നമുക്ക് L2 S2 കൊടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. ഇതാണ് എൻ്റെ ഇത് വരാം, T1, അതുപോലെ T2, L1, അതുപോലെ S1, ഇത് L2 S2. അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കണക്ട് ചെയ്യുക. ഇത് നമ്മൾ വരണ റിലേക്കാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്വിച്ചിൽ നിന്ന് വരുന്ന S1 തന്നെ കൊടുക്കണം, ലൈറ്റിലേക്ക് പോകണത് L2 തന്നെ കൊടുക്കണം. അതൊരിക്കലും മാറിപ്പോരുത് കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്ന് കേട്ടതിന് മുന്നേ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് മൾട്ടിമീറ്റർ വെച്ചൊന്ന് ചെക്ക് ചെയ്യാം. നേരത്തെ നമ്മൾ ഹൈ ബീം ലോ ബീം
ചെക്ക് ചെയ്ത പോലെ ഇതൊന്നും നമുക്ക് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ ചെയ്തു വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ നിന്ന് ഉള്ള ആ ഒരു സ്പ്ലിറ്റപ്പ് അല്ല ഇവിടേക്ക് വന്നപ്പോൾ ഉള്ള ഒരു കണക്ഷൻ വന്നിരിക്കണം. കാരണം ഇവിടെ നമ്മൾ ലോ ബീമും ഹൈ ബീമും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടേക്ക് വന്നപ്പോൾ ആ ഒരു സ്പ്ലിറ്റപ്പിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ബ്ലൂ ആണ് ഇതിൽ ഹൈ ബീം വന്നിരിക്കണേ. അപ്പോൾ ബ്ലൂ വയറാണ് ഇതിൽ കട്ട് ചെയ്യേണ്ടത്. ഗ്രീൻ അല്ലായിരുന്നു. ഗ്രീൻ അവിടെ സ്ലീവ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഗ്രീൻ അല്ലായിരുന്നു. അത് ചെറിയൊരു മിസ്സിംഗ് ആണ്. ഇവിടെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ബ്ലൂ ആണ് ഹൈ ബീം പറഞ്ഞത്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി എല്ലാ കണക്ഷനൊക്കെ ഓക്കെയാണ്. ഞാനിപ്പോൾ റിലേ വെക്കാണ്ടും റിലേ ഇല്ലാത്തതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഞാൻ കാണിച്ചു തരാം. കാരണം ഫോഗ് ലാമ്പ് വെക്കാൻ വേണ്ടി നമ്മളൊരു എക്സ്ട്രാ പാസേജിന് വേണ്ടി ഒരു വയർ വലിച്ചിട്ടുണ്ടായിരുന്നു. ആ വയറുള്ള കാരണം സുഖമായിട്ട് അത് കാണിക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഇപ്പോൾ സർക്യൂട്ട് ഓൾറെഡി ഫുള്ള് കംപ്ലീറ്റഡ് ആണ്. ഇതാണ് ആ പാസേജിൻ്റെ വയർ ഞാൻ പറഞ്ഞത്. അത് ഞാൻ ഡയറക്റ്റ് ഇതിലേക്ക് കൊടുക്കാൻ പോകണം. അപ്പോൾ ഒരു റിലേ വെച്ചതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആ പാസേജിൻ്റെ വയർ. നമ്മളിത് ഈ സെറ്റ് ഓണാക്കി. ഇതാണ് ഇപ്പോഴത്തെ ഇത് റിലേ വെച്ചിട്ടുള്ള പവറാണ് കേട്ടോ. ഇത് ലോ ബീം, ഇത് ഹൈ ബീം. ഓക്കെ, ഇനി ഇതിപ്പോൾ റിലേ വെച്ചിട്ടുള്ള പവറാണ്. റിലേ ഇല്ലാതെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഫുള്ള് ഓഫാക്കി പാസേജ് വെച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് പാസേജിൻ്റെ വയർ. ഇത് നമ്മളിത് ഇവിടെ ഹൈ ബീമിലേക്ക് കൊടുക്കുമ്പോൾ പാസ് ഹൈ ബീം ആയിരിക്കില്ല വരാം. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ ഇത്രേ ഉള്ളൂ പവർ, ഇത്രേ ഉള്ളൂ ഹെഡ്ലൈറ്റിൻ്റെ പവർ. ഇനി നമ്മളത് ഡയറക്റ്റ് സ്വിച്ച് വണ്ണിലേക്ക് കൊടുക്കുമ്പോൾ ഉണ്ടോ റിലേ വർക്ക് ചെയ്തു, പവർ കൂടി. സോ ഇതാണ് ഡിഫറൻസ്, റിലേ വെച്ച് കഴിഞ്ഞാലുള്ള വ്യത്യാസം. ഓക്കെ, ഇതാണ് ഡിഫറൻസ് റിലേ ഇല്ലാതെ ഇത് റിലേ വെച്ചിട്ട് കേട്ടോ. ഇവിടെ നമ്മളിങ്ങനെ അടിക്കുമ്പോൾ റിലേ വർക്ക് ചെയ്യണ കേൾക്കാൻ പറ്റുന്നത്. ഇതാണ് റിലേയുടെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ റിലേ വർക്ക് ചെയ്യണില്ല നോക്കുമ്പോൾ. അപ്പോൾ ഇവിടെ സർക്യൂട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇതൊന്ന് എല്ലാം ഒന്ന് ഇൻസുലേറ്റ് ചെയ്ത് സ്ലീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞ് ബാക്കിയെല്ലാം കിറ്റൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഓൾ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ക്യാമറമാൻ്റെ വണ്ടി കേട്ടോ. അക്ഷയാണ് ബാക്കിൽ ക്യാമറ പിടിച്ചാണ്. ഇതാണ് നമ്മുടെ അക്ഷയ്. ഇവനാണ് ഇത്ര നേരം ക്യാമറ ഓടിച്ചുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. റൂട്ട്സിൻ്റെ റിലാണ് നമ്മൾ യൂസ് ചെയ്ത് ഏകദേശം ഒരു 240 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞ സർക്യൂട്ട് ഡയഗ്രാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. വലിയ പണിയൊന്നുമല്ല. ചെറുതായിട്ട് ബേസിക്സ് ഒക്കെ അറിയണവർക്ക് ചെയ്യാൻ പറ്റിയ ചെറിയൊരു കാര്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, നിങ്ങൾ ചാർജർ വാങ്ങി ഫോഗ് ലൈറ്റ് വാങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പേടിയായിരിക്കും വയറിംഗ് ഒക്കെ തൊടാൻ വേണ്ടിയിട്ട്. ബേസിക്സ് അറിയാമെങ്കിൽ ഏറ്റവും നല്ല നിങ്ങൾ തന്നെ വയ്ക്കാം. ലേബർ കോസ്റ്റ് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ച് പഠിക്കാനും പറ്റും വണ്ടീനെ കുറിച്ചിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഏത് വണ്ടിയിലും സെയിം പ്രൊസീജിയർ തന്നെയാണ്, വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ കഴിയാനുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ വർക്കുകളൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ നമ്മുടെ കൂടെ വീഡിയോ കോളിൽ ഒരാൾ കൂടി ഉണ്ട് കേട്ടോ. വേറെ ഒന്നല്ല, ഇവൻ പണി നൈസായിട്ട് പാളിയില്ലേ. അപ്പോൾ സമയത്ത് എന്നെ വിളിച്ചിട്ട് ട്രോളാൻ വേണ്ടിയിട്ട് സായിനെ വിളിച്ചതാണ്. പക്ഷെ നടന്നില്ല, സംഭവം റെഡിയായി. ഓക്കെ, അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വർക്കുകൾ നിങ്ങൾ തന്നെ ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക, വണ്ടിനെ കുറിച്ച് മാക്സിമം അറിയാൻ നോക്കുക. അപ്പോൾ ഈ ഒരു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ കോളിൽ ഒരാൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ. ബൈ 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 പറഞ്ഞടാ.